ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേർഡ് റൈസ് അല്ലെങ്കിൽ തൈര് സാദമാണ് ചെയ്യുന്നത്. നല്ല സൂപ്പർ ഒരു തൈര് സാദത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ കേർഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ജീരകശാല റൈസാണ് കേട്ടോ. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന ജീരകശാല അരിയാണ്, ചെറിയ അരി. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് തൈര് സാദം ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരി ഒരു 15 മിനിറ്റ് കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ച് ഊറ്റിയെടുത്തതാണ്. ആദ്യം നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്കതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 1 കപ്പ് പാലല്ലേ എടുത്തിട്ടുള്ളൂ, ഒരു 3 കപ്പ് വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബിരിയാണിയുടെ പരുവമല്ല, നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. നല്ല വെന്ത് കുഴയുന്ന പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കാം. കുക്കറിലിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അല്ലാതെ തന്നെ വേവിക്കാൻ പോവുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ബട്ടറാണ്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. കുറച്ച് ബട്ടറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബട്ടറും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അൺസോൾട്ടഡ് ആണ്. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വേവട്ടെ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരി നന്നായിട്ട് വേവണം കേട്ടോ. തൈര് സാദമല്ല, നല്ല കുഴഞ്ഞിരിക്കുന്ന പരുവമാണ്. നമ്മൾ ബിരിയാണിയുടെ പരുവത്തിലൊന്നും എടുക്കരുത്. നല്ല കുഴഞ്ഞിരിക്കണം. പക്ഷെ ഒരുപാട് വെള്ളം ആവാനും പാടില്ല കേട്ടോ. ഒരുപാട് വെള്ളം ആയിപ്പോയാൽ ശരിയാവത്തില്ല. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പാലൊക്കെ ഏകദേശം വെറ്റി വരുന്നുണ്ട്. നമ്മുടെ അരി നമുക്ക് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടണം കേട്ടോ. അതാണ് നമ്മുടെ പരുവം. ഇങ്ങനെ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിലിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുഴഞ്ഞ് കിട്ടും. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ, അതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ചൂടുവെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ അരിയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ തീ ഓണാക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് അപ്പോഴേ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കാം. ഇതിനകത്ത് ഇരുന്ന് ഇതൊന്ന് തണുക്കണം. കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടി. ഇതിനകത്ത് ഈ ചൂട് തന്നെ ഇരുന്ന് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഇതൊന്ന് തണുത്തിട്ട് ചെറിയതായിട്ടൊന്ന് ചൂട് പോയിട്ട് മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ അരിയൊക്കെ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ചൂടൊക്കെ ഒരുവിധം ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തില്ലല്ലോ, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കായമാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 3 പച്ചമുളക് ചെറുതാക്കി മുറിച്ചതാണ്. അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിലേക്ക് ഒരല്പം ബട്ടറും കൂടി ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത്രയും അൺസോൾട്ടഡ് ബട്ടർ, അതും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചെറിയ ചൂടുണ്ടല്ലോ, ആ ചൂട് തന്നെ അതൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നോളും. ഇനി നമ്മളിത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് താളിക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് കൂടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ഈ ഉഴുന്ന് പരിപ്പ് ഒരു ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ. അതുവരെ ഒന്ന് മൂപ്പിച്ചാൽ മതി. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ആ ചൂട് തന്നെ അതിരുന്ന് ഒന്നുകൂടി മുക്കോളൂ. ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മുടെ ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചോറിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ചൂടോടെ ചേർത്ത് കൊടുക്കരുത്. അപ്പം നമ്മുടെ തൈര് സാധനത്തിൻ്റെ തൈര് ചേർക്കാൻ പോവുകയാണ്. ഞാനൊരു 3 ടീസ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ പാലൊക്കെ ചേർത്തതല്ലേ, ഇനി ചേർത്താൽ ചിലപ്പോൾ പുളി കൂടി പോകും. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, തണുത്തതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടി ചേർത്ത് കൊടുക്കരുത്. പിന്നെ ചേർത്തതിന് ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഓവറായിട്ട് ചേർക്കരുത്. നമ്മൾ പാലൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇരുന്നതിൻ്റെ പുളി കൂടിപ്പോവും. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ കൂടെ വീണ്ടും ചേർത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. അപ്പം നമ്മുടെ തൈര് സാദം തയ്യാറായിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ദയവായിട്ട് ഞങ്ങളെ അറിയിക്കാം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.